ഹരേ കൃഷ്ണ. ഇന്ന് ഭഗവാൻ കൃഷ്ണൻ്റെ വൃന്ദാവനത്തിലെ ഒരു കഥയാണ് പറയുന്നത്. വൃന്ദാവനത്തിലെ കഥയെന്ന് പറയുമ്പം ഭഗവാൻ വൃന്ദാവനത്തിൽ 8-9 വയസ്സ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം മധുരയ്ക്ക് പോയി കണ്ണനല്ലേ. അപ്പോൾ വൃന്ദാവനത്തിലുണ്ടായിരുന്ന സമയത്ത്, ആ കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് ഉള്ളൊരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് വൃന്ദാവനത്തിൽ ഒരമ്മ സ്ഥിരമായിട്ട് ഞാവൽപ്പഴം വിൽക്കാനായിട്ട് വരുമായിരുന്നു. ഞാവൽപ്പഴം വിൽക്കാൻ വരുന്ന അമ്മ അവിടെ വൃന്ദാവനത്തിലൊരു ആൽമരമുണ്ട്. ആ ആൽമരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ടാണ് വിൽക്കുക. ഈ അമ്മ വരുമ്പോഴത്തേക്കും ഈ ഞാവൽപ്പഴം ആവശ്യമുള്ള ആളുകളൊക്കെ വന്നിട്ട്, അന്നത്തെ കാലത്ത് ഈ ഇതല്ലേ പൈസയുടെ ഇതല്ലല്ലോ, ബാർട്ടർ സിസ്റ്റം അല്ലേ. അപ്പോൾ അന്ന് എന്തെങ്കിലും ഇതിന് പകരം എന്തെങ്കിലും കൊടുത്തിട്ടാണ് ഇത് വാങ്ങുക. നമ്മൾ ഞാവൽപ്പഴം കൊടുക്കുമ്പം ഇവരെല്ലാം കൊടുക്കുന്നത് നെല്ലാണ് കൊടുക്കുക. നെല്ല് കൊടുത്തിട്ടാണ് ഈ ഞാവൽപ്പഴം വാങ്ങുക. അപ്പോൾ നെല്ല് കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ അനുസരിച്ചുള്ള ഞാവൽപ്പഴം കൊടുക്കും. അപ്പോൾ ഈ കണ്ണൻ എങ്ങനെ അറിഞ്ഞു ഒരു ദിവസം ആൽമരത്തിൻ്റെ ചുവട്ടിലൊരു അമ്മ ഇതുപോലെ ഞാവൽപ്പഴം കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞു. അപ്പോൾ കണ്ണന് ഭയങ്കര ആഗ്രഹം ഞാവൽപ്പഴം കഴിക്കാനായിട്ട്. കണ്ണൻ അപ്പോൾ വിചാരിച്ചു, എനിക്കും പോയി ഞാവൽപ്പഴം കഴിക്കണം. അമ്മയോട് ചോദിച്ചാൽ തരാണ്ടിരിക്കില്ല. അപ്പോൾ അമ്മയുടെ അടുത്ത് പോവാമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ആ കുഞ്ഞു കാലുകളൊക്കെ ആയിട്ട്, കുഞ്ഞു കാലുകൾ വെച്ചിട്ട് ഇങ്ങനെ ഓടി 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 തെറിച്ചെറിച്ച് ഇങ്ങനെ ഓടി ഓടി പോവാണ്. ഓടി ചെന്നിട്ട് അന്ന് അമ്മ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കച്ചവടം ഒന്നും നടന്നിട്ടില്ല. കൊട്ട നിറച്ചും ഞാവൽപ്പഴം ഇരിക്കുകയാണ്. അമ്മ എടുത്തിട്ട്, എനിക്കേ കുറച്ച് ഞാവൽപ്പഴം തരാമോ അമ്മേ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര കൊതിയാണ് ഞാവൽപ്പഴം കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാവൽപ്പഴം. വല്ലപ്പോഴൊക്കെ അച്ഛൻ വാങ്ങിക്കൊണ്ട് തരാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നുന്നു. എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കണ്ണൻ്റെ ആ കുസൃതി നടന്ന ചോദ്യം കേട്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ പറഞ്ഞു, അത് ഞാവൽപ്പഴമൊക്കെ തരാം, ഇഷ്ടംപോലെ ഞാവൽപ്പഴം ഇരിപ്പുണ്ട്. പക്ഷേ ഞാവൽപ്പഴം തരണമെങ്കിൽ എനിക്ക് നെല്ല് തരണം. നെല്ല് തന്നാൽ മാത്രമേ ഞാവൽപ്പഴം തരുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ വിചാരിച്ചു, ഓ അങ്ങനെയാണല്ലേ അമ്മേ, എങ്കിൽ ശരി അമ്മേ, ഞാൻ ഇപ്പോൾ പോയിട്ട് നെല്ലെടുത്തിട്ട് വരാം കേട്ടോ. നെല്ലെടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാവൽപ്പഴം തരുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയിട്ട് നെല്ലെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി വീട്ടിൽ ചെന്നിട്ട് ആ കുഞ്ഞ് 2 കൈയിട്ട് കലം തുറന്നിട്ട് അതിൽ നിന്ന് വാരി 2 പിടി നെല്ലിങ്ങനെ എടുത്തു. 2 കൈയിലും 2 പിടി നെല്ല് വാരിയെടുത്തു. ആ കുഞ്ഞ് കൈയല്ലേ, ഇച്ചിരിയുള്ള കൈ, ഇതിൽ എന്തുമാത്രം നെല്ല് കൊള്ളും. അതിങ്ങനെ വാരി പിടിച്ച് 2 കൈയിലും പിടിച്ചുകൊണ്ട് ഒറ്റ ഓട്ടമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടമാണ് ആ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക്. പോകുന്ന വഴിക്കൊക്കെ കയ്യിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ ആ കൈയുടെ ഇടയിൽ കൂടെ ആ നെൽമണിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം അമ്മ എടുത്തിട്ട്, ഇതാ അമ്മേ ഞാൻ കൊണ്ടുവന്നു കേട്ടോ, നെല്ല് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി നോക്കുമ്പോൾ ആ കയ്യിൽ പറ്റിപ്പിടിച്ച് അവിടെ ഇവിടെയും കുറച്ച് നെൽമണി മാത്രം ഇരിപ്പുണ്ട്. എന്നിട്ട് അമ്മയുടെ ആ കൊട്ടയിലോട്ട് ഇട്ട് കൊടുത്തു. നെല്ലിടുന്ന കൊട്ടയിലോട്ട് ഇട്ട് കൊടുത്തു. കൂടിപ്പോയ ഒരു 10 പറ്റി കൂടുതൽ ഉണ്ടാവില്ല. അത് ആ കുഞ്ഞു കൈയില്ലേ, ആ കുഞ്ഞു കയ്യിൽ നിന്ന് കുറേയൊക്കെ പൊഴിഞ്ഞു പോയി. എന്നിട്ട് അമ്മ നോക്കുമ്പോഴത്തേക്ക് ഇതാ ഓടി വന്ന വഴിക്കൊക്കെ ആ കയ്യിൽ നിന്ന് പൊഴിഞ്ഞു പോയതൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ വന്ന വഴിയിലൊക്കെ കുറേശ്ശെ നെല്ല് കിടപ്പുണ്ട്. അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. ആ കുഞ്ഞു കണ്ണൻ്റെ നിഷ്കളങ്ക ഭാവം കണ്ടപ്പോഴത്തേക്കും അമ്മയ്ക്ക് വല്ലാത്ത സന്തോഷമായി. എന്താ പറയേണ്ടതെന്നറിയില്ല, ഭയങ്കര മനസ്സ് നിറഞ്ഞു. അങ്ങടെ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ എങ്കിലും ആ കണ്ണൻ്റെ ആ ഒരു നിഷ്കളങ്ക ഭാവം കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ പറഞ്ഞു, കുഴപ്പമില്ല കേട്ടോ, ഇത് മതി, എൻ്റെ കണ്ണന് ഞാൻ തരാമല്ലോ. എൻ്റെ ഉണ്ണിക്കണ്ണന് അല്ലാണ്ട് പിന്നെ ഞാൻ ആർക്കാണ് ഞാവൽപ്പഴം കൊടുക്കുക? എൻ്റെ കണ്ണന് തരാതെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കത് സങ്കടമാവില്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു ഇലയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അതിൻ്റെ അകത്ത് നിറച്ച് ആ കണ്ണനെ കൊണ്ടുപോകാൻ പാകത്തിൽ നിറച്ച് എടുത്ത് കൊടുത്തു. ആ കണ്ണൻ കൊണ്ടുവന്ന നെൽമണിക്ക് അത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരെണ്ണം വല്ലതും കൊടുത്താൽ മതി. പക്ഷേ അമ്മയ്ക്ക് ആ കണ്ണനോടുള്ള സ്നേഹം കാരണം ഇതാ ഒരു കുമ്പിൾ നിറച്ച് ഞാവൽപ്പഴം ആ കണ്ണൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആ കണ്ണൻ ഇങ്ങനെ പോകുന്നത് നോക്കി നിൽക്കുകയാണ് അമ്മ സന്തോഷത്തോടെ. ആ കുഞ്ഞു കാലുകൾ വെച്ചിട്ട് ഇങ്ങനെ ആ ഞാവൽപ്പഴവും അതിൻ്റെ പൊതി ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അത് താഴെ പോവാണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് പോകുന്നത് അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്തൊരു രസമാണ് കണ്ണൻ പോകുന്ന കാണാനായിട്ട്, കുണുങ്ങി ഇങ്ങനെ പോകുന്ന കാണാൻ എന്ത് രസമാണെന്ന് വിചാരിച്ചിട്ട് അമ്മ ഇരിക്കുക. അന്നേരമാണ് അമ്മ ഓർത്തത്, ഇതാ കൊട്ടയിലുണ്ടായിരുന്നതിൽ 3/4 പങ്കും കണ്ണന് കൊടുത്തു, ഇനി ആകെ കുറച്ചേ ഉള്ളതാനും. അപ്പം എന്താ ചെയ്യുക? ഇന്നാണെങ്കിൽ നെല്ലൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ വകയ്ക്കുള്ളതൊന്നും ഇല്ലല്ലോ, ഇന്ന് കഞ്ഞി വെക്കാനായിട്ടൊന്നും കിട്ടില്ലല്ലോ. ഇന്നത്തെ കച്ചവടം നഷ്ടമായി പോവോ? എന്താ ചെയ്യുക? ഇനിയിപ്പോൾ അടുത്ത ഞാവൽപ്പഴം വേണമെങ്കിൽ ഇത് എന്തെങ്കിലും കൊടുത്താലല്ലേ അടുത്ത ഞാവൽപ്പഴം ഇനി മേടിച്ചുകൊണ്ട് വന്ന് ഇനി അടുത്ത വിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ അമ്മ ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ കൊട്ടയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ കൊട്ടയിൽ നിറയെ
സ്വർണത്തിൻ്റെ നെൽമണികളാണുള്ളത്. കണ്ണൻ കൊടുത്ത നെൽമണികളെല്ലാം സ്വർണത്തിൻ്റെ നെൽമണികളായിട്ട് മാറിയിരിക്കുന്നു. മാത്രമല്ല കൊട്ട നിറച്ചു ആ നെൽമണികൾ, ആ സ്വർണ്ണ നെൽമണികൾ കാണാനാകുന്നു. നോക്കിയപ്പോഴത്തേക്കും കണ്ണൻ നടന്നു വന്ന വഴിയിൽ കണ്ണൻ്റെ കയ്യിൽ നിന്ന് പൊഴിഞ്ഞു പോയിട്ടുള്ളതായിട്ടുള്ള നെൽമണികളെല്ലാം സ്വർണ്ണ കളർ, അതായത് സ്വർണത്തിൻ്റെ നെൽമണികളായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെയാണ് ഭഗവാൻ. ഭഗവാന് ഭക്തൻ്റെ മനസ്സ് കാണും. ഭക്തൻ പറയാതെ തന്നെ ഭക്തൻ്റെ മനസ്സറിഞ്ഞു കണ്ണൻ. അമ്മയുടെ മനസ്സറിഞ്ഞ് കണ്ണൻ അതെല്ലാം സ്വർണ്ണ നെൽമണികളാക്കി മാറ്റി അമ്മയുടെ പ്രാരാബ്ധങ്ങളെല്ലാം തീർത്തു കൊടുത്തു ഭഗവാൻ. അങ്ങനെയാണ് ഭഗവാന്റെ ഭക്തനോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭഗവാനെ മനസ്സറിഞ്ഞ് നിസ്വാർത്ഥമായിട്ട് ഭഗവാന് നമ്മുടെ സ്നേഹത്തെ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ കൂടുതലായിട്ട് നമുക്ക് ഭഗവാന്റെ സ്നേഹത്തെ തരുമെന്നുള്ളതാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ സ്നേഹത്തെ അനുഭവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ കഥ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ.